അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ പറക്കലിന് ശേഷം നമ്മൾ ലേ എയർപോർട്ടിലേക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് എയർപോർട്ടാണ് ഇതെങ്കിലും ഇവിടുത്തെ ഒരു ടോപ്പോഗ്രഫി വെച്ച് ഇറങ്ങിയെന്ന് പറയാം. ബട്ട് വി വേ സേഫ്. Please, we have arrived at Leh. This is a defense airport and photography are strictly prohibited. Thank you. ബട്ട് പുറത്തിറങ്ങിയ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് കൂടിയാണിത്. കാരണം വേറൊന്നുമല്ല, കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുമെങ്കിലും ഇതൊരു മിലിറ്ററി എയർഫീൽഡ് കൂടിയാണ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിലുള്ള എയർപോർട്ടാണിത്. തീരെ ലുക്കില്ലാത്തൊരു എയർപോർട്ടാണല്ലോ ഇതെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബോളിവുഡ് സെലിബ്രിറ്റീസിന് കിട്ടുന്ന പോലെ വെൽക്കമാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. വളരെ നീണ്ട ഒരു ക്യൂ. കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, വിഷ് ചെയ്യുന്നു. ഹൈ, ഇതിപ്പോൾ എന്താ കഥ? ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. പുറത്തേക്കിറങ്ങി തെക്കോട്ടും വടക്കോട്ടും നടന്നപ്പോൾ ഒരു പോലീസുകാരനെ കണ്ടു. അദ്ദേഹത്തോട് കാര്യം തിരക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഞങ്ങൾ വന്ന അതേ സമയത്ത് ഈ ബുദ്ധിസ്റ്റുകൾ ദൈവത്തെ പോലെ കാണുന്ന റിംബോച്ചെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ നിന്ന ക്രൗഡിനെയാണ് നമ്മളാ കണ്ടത്. എന്തായാലും വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ പറഞ്ഞയച്ച ഡ്രൈവറിനെ കണ്ടുപിടിച്ചു. ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ് നമ്മുടെ ഇന്ത്യൻ പ്രീപെയ്ഡ് സിം കാർഡ്സ് ഇവിടെ വർക്കാവില്ല. ഇത് മുന്നേ അറിയുന്നത് കൊണ്ട് ഡ്രൈവറിൻ്റെ ലൊക്കേഷനും ലാൻഡ്മാർക്കും ഒക്കെ ഞങ്ങൾ നേരത്തെ ചോദിച്ചു വെച്ചിരുന്നു. ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഒരു മലയാളിയായിരുന്നു. ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ദിവസം വരാവുന്ന ഫിസിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു. അവിടുത്തെ ഓക്സിജൻ്റെ കുറവ് കൊണ്ട് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നെങ്കിലോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ 2 ദിവസത്തെ സ്റ്റേ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ ചെന്നിറങ്ങുന്ന ദിവസം ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്സിനുള്ള ഒരു ടാബ്ലറ്റ് എടുക്കണമെന്നും ആദ്യത്തെ 6 hours ഉറങ്ങാൻ പാടില്ല എന്നും അദ്ദേഹം ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ടാബ്ലറ്റ് കഴിച്ചില്ല എന്ന് മാത്രമല്ല, വിശപ്പോ ഉറക്കവും മൂത്തിട്ട് അവിടെ ചെന്നൊന്ന് ഫ്രഷായി കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് ഒറ്റ ഉറക്കം. ശുഭം. പിന്നീട് എഴുന്നേറ്റപ്പോൾ ഒരു കിളിപോയ അവസ്ഥയായിരുന്നു. ആ ക്ലൈമറ്റുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മളെ പുറത്തു വിടില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷനും അവർ നോക്കിക്കൊണ്ടിരുന്നു. നാളെ പോകാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അന്ന് രാത്രി എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി.